ബ്യൂട്ടിഫുൾ രഞ്ജു. താങ്ക് യു. ഹായ് തമ്പുരു. വിവാഹ വാർഷിക സമ്മാനം. എന്തിനാ കിച്ചു ഇതൊക്കെ? ഇതിന്റെയൊക്കെ വല്ല കാര്യം? അയ്യോ ഇതൊന്നും ഞങ്ങളുടെ വകയല്ല, മനുസാർ തന്നയച്ചാ. എന്നിട്ട് മനുവേട്ടനെ ചെയിൻ കൊടുക്കാൻ പോയി. അല്ല ഈ ചെയിൻ വാങ്ങാൻ പോയി. ചെയിനോ? അതായത് ഈ ചെയിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോറിൻ കമ്പനി അവരുടെ ചെയിൻ ഓഫ് ഷോറൂംസ് ഇന്ത്യ തുടങ്ങാൻ പോവുക. അപ്പൊ അതിന്റെ പരസ്യത്തിന്റെ ഓർഡർ നമുക്ക് കിട്ടിയത്. അത് വാങ്ങാനാണ് മനുസാർ പോയത്. അല്ലേ ജീവ? കൊടുത്തു കാണും. ഈ മനുവേട്ടൻ എന്ത് പണിയാ കാട്ടിയത്? അയ്യോ തീർന്നിട്ടില്ല, ഇനിയുണ്ട് ജീവ. ഡിയർ രഞ്ജു, ഡിയറസ്റ്റ് രഞ്ജു, 7 സ്വരങ്ങളിൽ തീർത്ത സംഗീതം പോലെ സ്നേഹത്തിന്റെ തന്ത്രികൾ മീട്ടി 7 ജന്മവും ഒന്നായി ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വന്തം മനു. ഇത് മനുവേട്ടൻ എഴുതിയതാണ്. അയ്യോ ഈ ജീവന്റെ ഒരു ജോക്കിങ്. മനുസാർ കവലകൾ എഴുതും. ജീനിയസ്. അതെ, മനുസാറിന്റെ കഴിവല്ല, ഈ സൗന്ദര്യം കണ്ട ആരും എഴുതി പോവും. പാവം മനുസാറ് ആകെ ഡെസ്പറേറ്റ് ആയിട്ടാ പോയത്. അത് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആനിവേഴ്സറി അല്ലേ, അതും ഭാര്യയോടൊപ്പം കഴിയേണ്ട ദിവസം. അത് മിസ്സായതിന്റെ വിഷമം. എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, കോടികളുടെ ഓർഡർ അല്ലേ. നീ പറയാതെ ഞാൻ എങ്ങനെയാ കേക്ക് മുറിക്കാൻ? അതിന് കേക്ക് എന്ന് പറഞ്ഞ പോലെ. പിന്നെ മൂക്കെന്ന് പറഞ്ഞത്? അതെ നമുക്ക് മൂക്ക് മുറിക്കാം. അപ്പൊ അല്ല കേക്ക് മുറിക്കാം. ഇതാ കത്തി, നൈഫ് മുറിച്ചോ. മനുവേട്ടനില്ലാതെ അതിനെന്തിനാ മനുസാർ ഒരു കത്തി പോലെ? മനുസാർ ഇപ്പൊ എത്തും. ഇന്നത്തെ ഈവനിങ് ചേച്ചിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാ പ്ലാനിങ് എന്ന് അറിയോ? ബീച്ചിൽ ഒരു സ്റ്റാർ ഡിന്നർ, സെക്കൻഡ് ഷോ, പിന്നെ തേർഡ് ഷോ. വലിയ സാർ എവിടെ? മോളില്. ദൈവമേ അതെപ്പോഴായിരുന്നു? മോളിൽ എന്ന് പറഞ്ഞ മോളിൽ തന്നെ. ഞങ്ങൾ ഇപ്പൊ വരാം, കേക്ക് മുറിക്കല്ലേ. അപ്പൊ ഓക്കെ സാർ, ഞാൻ പറഞ്ഞേക്കാം. മേനോ സാർ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മനസ്സിലായില്ലേ? ബാലു എന്റെ അനിയന്റെ മോനാ. ഇത് മനസ്സിലായില്ലേ? എന്റെ വല്യച്ഛനാ. അതല്ലേ ഞാനും പറഞ്ഞേ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞാലും തെറ്റൊന്നുമില്ലല്ലോ. പക്കല്ലേ? ഗുഡ് മോർണിംഗ് സാർ. വാ വാ വാ. അല്ല അവനെവിടെ? വേന്ദ്രൻ, മാനവേന്ദ്രൻ. മനുസാർ അല്പം തിരക്കില്ല, ഒരു എമർജൻസി മീറ്റിംഗ്. മനുസാറിന്റെ എമർജൻസി ഒക്കെ എനിക്കറിയാം. ഓവർ ടൈം ഡ്യൂട്ടി ആയിരിക്കും അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് വല്ലിച്ച? സ്വന്തം വിവാഹത്തിന്റെ 1ാം വാർഷികോ പാവ രഞ്ജു വെഡിങ് ആനിവേഴ്സറി കേക്ക് വാങ്ങി വെച്ച് മെഴുകുതിരിയും കൊളുത്തി കാത്തിരിക്കുക. ഈ മണക്കൂസ് പെണ്ണിന്റെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. അയ്യോ സാറുമാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മനസ്സാറിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. പനിനീർ പൂ പോലെ മൃദുലമാണ് അദ്ദേഹത്തിന്റെ ഹൃദയം. ഇല്ല കിച്ചു? അതെ അതെ. രഞ്ജു ചേച്ചി കാത്തിരിക്കുമെന്നും ഇന്ന് ഒരു മീറ്റിംഗിനും ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. പക്ഷെ എന്ത് ചെയ്യാം, നിവൃത്തിയില്ലല്ലോ. ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നല്ലോ. അവിടെ ഇല്ലല്ലേ? ഞാൻ ഗസ്റ്റ് ഹൗസിലേക്കും വിളിച്ചു. അവിടെയും ഇല്ല. അപ്പൊ ക്ലബിൽ വിളിക്കായിരുന്നില്ലേ? വിളിച്ചില്ല. അവിടെയും ഇല്ല. ഞാൻ നേരിട്ട് പോയിരുന്നു. കുഴഞ്ഞു. അപ്പൊ അതെ കറക്റ്റ്. മനുസാർ അവിടെ കൊണ്ടെന്ന് ഞങ്ങളും പറഞ്ഞില്ലല്ലോ. ലഗൂൺ പാർക്ക് ഹോട്ടലിലെ മീറ്റിംഗ്. ലഗൂൺ പാർക്കിലാണോ മരിയ പാർക്കിലാണോ? ലഗൂൺ പാർക്ക്. ലഗൂൺ പാർക്കിൽ. എന്തോ ഊണ് കഴിക്കാൻ വരൂ. മനുവേട്ടൻ വരില്ല, എന്തോ തിരക്കാത്രേ. വരില്ല. നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാം. എന്താ ചെയ്ത്? ഇവര് അന്യരൊന്നല്ലല്ലോ. എന്റെ പൊന്നു മോളെ, നിനക്ക് അവന് ഇനിയും മനസ്സിലായില്ലല്ലോ. ഇവളോട് ഇഷ്ടം തോന്നിട്ടൊന്നല്ല പരമേശ്വര. എന്റെ മടിശീലയിലെ ചക്രം കണ്ടിട്ടാ അവൻ ഇവളെ കയറി പ്രേമിച്ചത്. ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇപ്പൊ പിടിച്ച് പുറത്താക്കി വേറെ കെട്ടിച്ചു വിടും ഞാൻ ഇവളെ. ആ സിംഗപ്പൂർ ചക്കൻ ഇപ്പോഴും തയ്യാറാ. എന്നിട്ട് ആ സ്ഥാപനം ഞാൻ ഇവനെ ഏൽപ്പിക്കും. ഞാൻ അതൊന്നും മോഹിച്ചിട്ടല്ല. ഞാൻ മോഹിച്ചു. അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മനുവേട്ടന്റെ ജോലിയും തിരക്കൊക്കെ എനിക്കറിയാം. പരമേശ്വരൻ മാമേ, കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങിയതാ മനുവേട്ടനോടുള്ള ഈ ദേഷ്യം. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരാളും. എന്നാ ഞങ്ങൾ അങ്ങോട്ട് അടപ്രഥമം കൂട്ടി ഉണ്ടിട്ട് പോയാ മതിയുടെ പിള്ളേരെ. അവന്റെ പാട്ടിന് കൂത്താടുന്നത് നിങ്ങൾ കുറച്ച് പേരാണെന്ന് എനിക്കറിയാം. എന്റെ മരുമകൻ അതിന് ശേഷമല്ലേ അവൻ നിന്റെയൊക്കെ മുതലാളിയായത്. അത് പോട്ടെ, നീ ഇങ്ങോട്ട് വന്നേ. എന്താ? വാ. എന്ത് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞേ? ബ്യൂട്ടി കോൺടെസ്റ്റിന്റെ ആദ്യം ഈ സ്പോൺസേഴ്സുമായിട്ടുള്ള മീറ്റിംഗ്, മോഡൽസുമായിട്ടുള്ള മീറ്റിംഗ്, ഫോട്ടോഗ്രാഫേഴ്സുമായിട്ടുള്ള മീറ്റിംഗ്, പിന്നെ മീറ്റിംഗ് എല്ലാ ശ്രദ്ധയും ബുദ്ധിയും മീറ്റിംഗ് അല്ലേ? അല്പം തെറ്റിയാണ്ടല്ലോ. കവിതകൾ എന്റെ ബലഹീനതയാണ്. സ്ത്രീയെക്കുറിച്ച് പ്രശസ്തനായ ഒരു ആംഗലേയ കവി പാടിയത് എനിക്കറിയൂ. ഇല്ല. ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ. എത്ര പെട്ടെന്നാണ് ഞാൻ ആനിയെ അറിഞ്ഞത്. ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ, എന്നെന്നും ഇങ്ങനെ ഒന്നായി കഴിയാൻ ഒരു നൂൽ ബന്ധമായി ഈ ചെയിൻ ഇരിക്കട്ടെ. 22 ക്യാരറ്റ്സാ. ഇനി മുതൽ അങ്ങോട്ട് ഐ മാറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റ് ആയിരിക്കും ആനി. ഐ അഷ്വർ യു. ഓഹോ,
ഓഹോ, അപ്പൊ ഇതാണല്ലേ നിന്റെ ലക്കി കുപ്പൺ താമസിക്കുന്ന മാളം. ചെല്ല്, ചെന്ന് മകടി ഊതി ഇറക്കി കൊണ്ടുവാ. ആരോടത്? പെൺകുട്ടികൾ മാത്രം താമസിക്കുന്നത് പുരുഷന്മാർക്ക് എന്താ കാര്യം? താൻ പുരുഷനല്ലേ? ഞാൻ വാച്ച്മാൻ. ഓഹോ, മാനാണല്ലേ. ഞാൻ വിചാരിച്ചു മയിലാണെന്ന്. ചില ചേട്ടന്മാരെന്നെ സ്നേഹം കുടുംബം മയിലേ എന്ന് ഓടാ വിളിക്കാറുണ്ട്. മയിലേന്ന് അല്ലേ? മയിലേ. മയിലല്ല, ആ മാനേ, ഇവൻ ഇവിടെ ആരെയോ കാണണോന്ന്. ആഹാ. ഐ, ഓ, അതവിടെ ഇരുന്നോട്ടെന്നേ. തനിക്കിവിടെ ആരെയെ കാണണ്ടേ? അത് പിന്നെ പേര് മറന്നു പോയല്ലോ. എന്താ അവളുടെ പേര്? അതെങ്ങനെ എനിക്കറിയാം? രമണി, സരള, സരസു. രമണി സരളൊന്നുമല്ല. അപ്പൊ എന്റെ കയ്യിലെ സ്റ്റോക്ക് തീർന്നു. രമണിക്ക് എന്താണ് കുഴപ്പം? എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ഒന്ന് പോടോടുന്നു. അതെ, ഇവിടുത്തെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുടെ പേരെന്താ? ഇവിടെ എല്ലാം സുന്ദരിമാരാ, ഞാനടക്കം. കൊതിയൻ. ദാ, ദേ. അതാണാ കുട്ടി. ആ, അതകിലേ. ആ കുട്ടിയെ തന്നെയാ കാണേണ്ടത്. താനിങ്ങോട്ടാ പോന്നെ, താനിവിടെ നിന്നിട്ടാ മതി. മാരീഡാണോ? അല്ല, ഞാനിപ്പൊ വരാം. വരണം. വരാടി. അഖില, എന്നെ ഓർമ്മയില്ലേ? ലക്കി കൂപ്പൺ. പിന്നെ ഓർക്കാതെ എന്താ ഇവിടെ? ഹായ് അഖില, ഞാൻ ലാൽ, ജീവൻ ലാൽ, ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കുട്ടിയെ കുറിച്ച് എന്നോട് ഇവൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ അതോ ജോലി ചെയ്യാണോ? എവിടെയാ വീട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ മാരീഡാണോ? അച്ഛൻ married അല്ല. അമ്മ Married അല്ല. അപ്പൊ ലവ് മാരേജ് ആണല്ലേ? ഈ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ അച്ഛനും അമ്മ ലവ് മാരേജ് ആയിരിക്കുന്നത്. അച്ഛൻ ഞാൻ പോണം. അല്ല, ഞാൻ ഈ കർച്ചീഫ് തരാൻ വന്നതാ. ഛേ, കളഞ്ഞിട്ടില്ല, കയ്യിലുണ്ട്. അല്ല, ഈ കർച്ചിപ്പ് കളയാതെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുക. അല്ല, അന്ന് ബസ് കയറുമ്പോ അഖില അറിയാതെ ഇത് നിലത്ത് വീണു. ഞാൻ എടുക്കുമ്പോഴേക്കും ബസ് വിട്ടു. സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നു. താങ്ക് യു. എന്നാൽ ഇതിനു വേണ്ടി മെനക്കെട്ട്. അയ്യോ, ഇറ്റ്സ് എ പ്ലഷർ. ഓക്കെ, എന്ന് വരട്ടെ. ബൈ. ബൈ. അല്ല അഖില, കിച്ചു, അഖില, എന്താ? കർച്ചീഫ് തിരിച്ചു തന്നതിന് ഒരു താങ്ക്സ് മാത്രമേ ഉള്ളൂ. പിന്നെന്താ വേണ്ടത്? പറയട്ടെ, കമോൺ. ഫ്രണ്ട്ഷിപ്പ്, ജസ്റ്റ് an outing, അത്രേ ഉള്ളൂ. ഓക്കെ, ഡൺ. താങ്ക് യു സോ മച്ച്. ഓക്കെ ആയോ? പകുതി ഓക്കെ. അപ്പൊ ബാക്കി പകുതി? ഛേ, എനിക്ക് പണി കൂടി. എന്റെ ലൂട്ടി കഴിഞ്ഞു. ഓടി വന്നിച്ചി. വെറുതെ കൊതിപ്പിച്ചു, ദുഷ്ടൻ. ഒരുപാട് സ്വപ്നങ്ങളുമായി നടന്ന ഒന്നും ഫലവത്താവില്ലെന്നാ പറയാറ്. എന്നാലും ഞാൻ സ്വപ്നം കാണും, അതിന് ചെലവൊന്നുമില്ലല്ലോ. ആ കേക്കട്ടെ, എന്തൊക്കെയാ തന്റെ സ്വപ്നങ്ങൾ? കിച്ചുവിനെ പോലെ ഒരുപാടൊന്നുമില്ല. ഒരേ ഒരു സ്വപ്നം. സ്വപ്നമെന്നോ ലക്ഷ്യമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. സസ്പെൻസ് ഇടാതെ കാര്യം പറയടോ. ദേ, ആ കാണുന്ന വീട് കണ്ടോ? വീടോ? അതൊരു കൊട്ടാരം പോലെ ഉണ്ടല്ലോ. അതുപോലൊരു വീട് എനിക്ക് സ്വന്തമാക്കണം. എന്തിനാ ചിരിക്കുന്നത്? സിറ്റിയുടെ നടുക്കുള്ള ആ വീടിന് എന്ത് വില വരുമെന്നറിയോ? കുറഞ്ഞത് 1 കോടി. ആയിക്കോട്ടെ. കയ്യിലാകെ ഉള്ളത് മോഡലിംഗ്, എന്നിട്ടും സ്വപ്നം ചില്ലറയൊന്നുമല്ല. അതെ, അതിൽ കുറഞ്ഞ ഒരു സ്വപ്നവും എനിക്കില്ല. അത് ശരി. ഇനി ഈ സ്വപ്നം സഫലമായില്ലെങ്കിൽ എന്ത് ചെയ്യും? കോടീശ്വരനായ ഒരാളെ കല്യാണം കഴിക്കും, എന്നിട്ടത് സ്വന്തമാക്കും. അങ്ങനെ ഒരാൾ വരണ്ടേ? വന്നില്ലെങ്കിൽ അങ്ങനെ ഒരാളെ കണ്ടെത്തി ഞാനങ്ങ് പ്രേമിക്കും. ഓ, എന്തൊരു ബുദ്ധി. എന്നാലും വെറുതെ ഒന്ന് സങ്കല്പിക്കേ. ഓക്കെ. തന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കോടീശ്വരനല്ലാത്ത ഒരു സാധാരണ ചെറുപ്പക്കാരനുമായി താൻ പ്രണയത്തിലായി. അല്ല, ജസ്റ്റ് ഇമാജിൻ. നോ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. 2 ദുർബലർ ചേർന്നാൽ ഒരിക്കലും ഒരു സ്വപ്നവും പൂവണിയില്ല. അതാണ് എന്റെ കണ്ടെത്തൽ. ഹേയ്, എന്തു പറ്റി? ഹേയ്, ഒന്നുമില്ല. താൻ വളരെ ഫ്രാങ്കാ. വലിയൊരു സത്യം എത്ര സിമ്പിളായി പറഞ്ഞു. ഹേ കിച്ചു, എന്റെ സ്വപ്നം ഫലിക്കോ? ദേ, അത് കണ്ടോ? പുതിയൊരു പുലരിയായി തിരിച്ചു വരാൻ ആഴിയിലേക്ക് ആണ്ടുപോകുന്ന സൂര്യൻ. ഈ സമയത്ത് ചിന്തിക്കുന്നൊക്കെ ഫലിക്കുന്ന ആര് പറഞ്ഞു? ഞാൻ. സോ ബെസ്റ്റ് ഓഫ് ലക്ക്.